നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. താനെന്ത് വൃത്തികേടാണോ കാണിച്ചേ? ഞാൻ എന്ത് ചെയ്തു? ഇന്നലെ രാത്രി താൻ എന്നെ എന്താ ചെയ്തെന്ന്? ഞാൻ എന്ത് ചെയ്യാനാ? വലിയ നിഷ്കളങ്കൻ ചമയല്ലേ ഇയാള്? ഒരു പെൺകുട്ടിയോട് അവളുടെ സമ്മതം ഇല്ലാതെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തിട്ട് കുറ്റം എന്റെ തന്നെയാ. എന്റെ സമ്മതം ഇല്ലാതെ എന്നെ കല്യാണം കഴിക്കുമ്പോ തന്നെ ഇയാളുടെ ഉദ്ദേശം ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കണമായിരുന്നു. അതിനു പകരം ഇയാളെ വിശ്വസിച്ച് ഇയാൾക്കൊപ്പം ഈ റൂമിൽ കിടന്ന് ഉറങ്ങിയില്ലേ? ഓ, അതാണോ കാര്യം? അതാണോ കാര്യമെന്നോ? നിങ്ങൾക്കത് നിസ്സാരമായിരിക്കും. ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഏറ്റവും വിലപ്പെട്ടതാ അത്. ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഒരു ദുർബല നിമിഷത്തില് അങ്ങനെ സംഭവിച്ചു പോയിന്നല്ലേ? പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടത് എന്താന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. അതിന്റെ വില നിന്റെ പൂങ്കണ്ണീര്. നിനക്ക് നഷ്ടപ്പെട്ടതിന്റെ വിലയോ? എവിടുന്നോ ഏതോ പൈങ്കിളി സീരിയലും കണ്ടിട്ട് അതിന്റെ ഡയലോഗും കാണാൻ പഠിച്ചിട്ട് വന്നിരിക്കുന്നു. എടി, ഒരു പെണ്ണിന്റെ നിഴല് കണ്ടാൽ ഉടനെ ഒരു ചെന്നായെ പോലെ വന്ന് കടിച്ചു കീറാൻ ഞാനൊരു വികാര ജീവിയൊന്നുമല്ല. അല്ലെങ്കിൽ ഉറക്കി കിടത്തിട്ട് വിലപ്പെട്ടൊക്കെ കവർന്നെടുക്കാൻ പറ്റിയ ഒരു ചാളക്ക്. എടി, നീ പറഞ്ഞതുപോലെ നിന്റെ ആകാര ഭംഗിയും മുഖസൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. കെട്ടാൻ ആരും വരാതെ ഒരു പെൺകുട്ടിയുടെ ജീവിതം നായ നക്കി പോണ്ടെന്ന് കരുതി മാത്രമാ. അതിന് കാരണക്കാരൻ ഞാനായതുകൊണ്ട്. പിന്നെ ഞാൻ താലി കെട്ടിയ സമയത്ത് നീ ബോധം കെട്ട് കിടന്ന് ഉറങ്ങുമൊന്നുമല്ലായിരുന്നല്ലോ. വടി പോലെ ഇങ്ങനെ ഉണ്ടക്കണ്ണം തുറച്ചോട്ട് നിൽക്കായിരുന്നില്ലേ? എന്നിട്ടാ കല്യാണം കഴിഞ്ഞ എന്റെ സമ്മതമില്ലായിരുന്നു പറഞ്ഞ് കണ്ണീരൊലിപ്പിച്ചോണ്ട് നടക്കുന്നത്. പിന്നെ ഈ മുല്ലപ്പൂവിന്റെ കാര്യം, അതുകൊണ്ടൊന്നും നിന്നെ പോലൊരു പെണ്ണിന്റെ അടുത്ത് പ്രേമം പൊട്ടി ഒഴുകില്ലടി. ദാമ്പത്യ ബന്ധം ഉണ്ടാകുന്നതേ ശരീരം കൊണ്ടല്ല, മനസ്സുകൊണ്ടാ. അതിനൊരേപോലെ സ്നേഹിക്കുന്ന രണ്ട് മനസ്സുകൾ വേണം. അത് നിനക്കേ ഒരു കാലത്തും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെയാ വിലപ്പെട്ടത് കവർന്നെടുക്കാൻ പോകുന്നത്. പേടിച്ചു പോയോ? ഒരു റൂമിൽ കിടന്നുറങ്ങുമ്പോ ഇയാൾ എന്നെ മാത്രമല്ല ഞാൻ ഇയാളെ പേടിക്കണം. അതുപോലെ പരസ്പര സ്നേഹമില്ലെങ്കിലും പരസ്പര ബഹുമാനമെങ്കിലും വേണം. കേട്ടല്ലോ? അതില്ലാതെ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ തിരിച്ചും അത് തന്നെ കിട്ടും. അതിനുള്ള ഓർമ്മപ്പെടുത്തലും താക്കീതുമായത് എക്കാലത്തേക്കും. ഭയം വേണ്ട, ജാഗ്രത മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ, ഇതും കൂടെ കൊണ്ടു. എന്തിനാ ഇതൊക്കെ? അവിടെ ഇല്ലാത്ത എന്താ ഉള്ളേ? അതറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല മോളെ, കമലയുടെ ഒരു സമാധാനത്തിന് തരുന്നതാ. മോള് വാങ്ങിച്ചോ? എന്നാ ഞാൻ പോയിട്ട് വരാവേ. അതെ, ശരി, പോയിട്ട് വരാം. അച്ഛനെന്താ ഒരു വിഷമം പോലെ? അത് ഞാൻ പറയാം. ചേച്ചി വന്നിട്ട് പോകുന്നതിന്റെയാ. സാധാരണ നിങ്ങൾ പോയി കഴിഞ്ഞിട്ടാ. ഇന്ന് നേരത്തെ ആയിപ്പോയി. നീ പോടി വേണേ. എനിക്ക് മാത്രമല്ല എല്ലാ അച്ഛന്മാർക്കും ഉള്ള വിഷമമാ. അതിന് ഞാൻ ദൂരെയൊന്നും അല്ലല്ലോ പോകുന്നേ. എന്തെങ്കിലും ആവശ്യം വന്നാ ഫോൺ എടുത്തൊരു വിളി വിളിച്ചാ പോരെ? ഞാനിങ്ങ് ഓടി വരില്ലേ മാഷേ? അച്ഛനൊന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞാൻ അവിടെ ചെന്ന ഉടനെ വിളിക്കാം. അമ്മേ, പോയിട്ട്
അർച്ചന, താൻ വേണേ ഇന്നിവിടെ നിന്നോ. അച്ഛനെ വിഷമിപ്പിച്ച് രാത്രി ഇറങ്ങണ്ട. ഇത് ഞാൻ സച്ചിനോട് ചോദിക്കാൻ വരായിരുന്നു. അച്ഛാ, അർച്ചന ഇന്നിവിടെ നിൽക്കട്ടെ. നാളെ സമയം കിട്ടുന്ന പോലെ അങ്ങ് വരട്ടെ. എന്നാ പിന്നെ സച്ചിമോനോടെ നിന്നൂടെ? രണ്ടുപേർക്കൂടെ നാളെ പോവാം. അയ്യോ, അത് പറ്റില്ല അച്ഛാ. ഇവിടെ നിന്നാ നാളത്തെ എന്റെ ഓഫീസിൽ പോക്ക് മുടങ്ങും. ദാ നാളെ അമ്പലത്തിൽ കൊണ്ടുപോകാനുള്ള പൂജാ സാധനങ്ങള്. നിങ്ങൾ പോകാൻ ഇറങ്ങിയോ? ഞാൻ പോകുന്നില്ല, സച്ചേട്ടൻ പോവാന്ന്. എന്നാ പിന്നെ സച്ചിക്ക് നാളെ പോയാ പോരെ? ശ്ശേ, നേരത്തെ കയറി നാളെ ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞും പോയല്ലോ. ഇനിയിപ്പോ അർച്ചനയോടൊപ്പം ഇവിടെ നിൽക്കാം. നാളെ പോകാന്ന് സമ്മതിച്ചേക്കാം. നാളെ പോയാ പോരെ സച്ചി? സച്ചി പോട്ടെ മോളെ, ആ നാളെ ഓഫീസിലൊക്കെ പോകാനുള്ളതാ. ആ അങ്ങനെയാണെങ്കി വേണ്ട. ആ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ആ ഉം. ശരി അച്ഛാ. ഷോ, നാളെ പോയാ പോരെന്ന് ആരെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഈശ്വര. അളിയാ, എന്താ എന്താ അനുവേട്ടാ? ഈ രാത്രി ഇനി പോണോ? നാളെ പോയാ പോരെ? അതല്ല അനൂപേ, സച്ചിക്ക് നാളെ മതി. നാളെ കുറച്ച് നേരത്തെ എണീറ്റ് വീട്ടിൽ പോയി ഓഫീസിൽ പോകണമെന്നല്ലേ ഉള്ളൂ. അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യാല്ലേ? അങ്ങനെ തന്നെ ചെയ്യാം. അതാ അതിന്റെ ഒരു ശരി. നാളെ ഞങ്ങൾ എല്ലാവരും ഒരു വഴിപാട് നടത്താൻ വേണ്ടി അമ്പലത്തിൽ പോകുന്നുണ്ട്. എനിക്ക് നാളെ കോളേജിൽ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങണം. നീ കോളേജിൽ പോയിട്ട് അങ്ങോട്ട് വന്നാ മതി. ആ ആ ആ, ഇനി എല്ലാവർക്കും എന്തെങ്കിലും കഴിക്കാം. ആ കമലെ, ഭക്ഷണം എടുത്തു വെക്ക്. വാ. വാ മീരെ. ആ അതെ, നീ തന്നെ. പിന്നെ ഭക്ഷണം കഴിക്കാം. അതാ അതിന്റെ ഒരു ശരി. വാ വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കുട്ടിയെ കിട്ടിയല്ലേ? എല്ലാം ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. പള്ളി കഴിഞ്ഞ് മൂന്നാമത്തെ പാലത്തിന്റെ അവിടെ വന്ന് കുട്ടിയെ വാങ്ങിച്ചോളൂ. ശരി, അവിടെ വന്ന് നിങ്ങൾക്ക് കുട്ടിയെ കൊണ്ടുപോവാം. അവള് വല്ലാതെ ബഹളം വെക്കുന്നുണ്ടല്ലോ. നിങ്ങൾ സൂക്ഷിക്കണം. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. മാഡം, മാഡത്തിന് പണി കിട്ടാതെ നോക്കിയാ മതി. ശരി ശരി, ഞാൻ ഉടനെ എത്താം. ഓടിരിക്കാൻ. എന്താ ഗംഗ? എന്തോ പറ്റി? ചേച്ചി, നമ്മുടെ മാളു. മാളുവിന് എന്തോ പറ്റി? വേഗം പറ ഗംഗ. ഞാനും മാളും കൂടി അമ്പലത്തിൽ നിന്ന് വരികയായിരുന്നു. അതൊക്കെ എനിക്ക് അറിയാം ഗംഗ, നീ കാര്യം എന്തെന്ന് പറ. ഞങ്ങള് വരുമ്പോ പെട്ടെന്നൊരു വണ്ടി വന്നു. അതിൽ നിന്ന് ഒരാള് വന്ന് മാളുവിനെ തട്ടിക്കൊണ്ടുപോയി.
അയ്യോ, എന്റെ മോള്, എന്റെ മോള്, അവൾക്ക് എന്ത് പറ്റി? അവളെ ഞാൻ പോയി വേഗം രക്ഷിച്ചിട്ട് വരാമേ. നീ വീട്ടിൽ ചെന്ന് എല്ലാരോടും പറഞ്ഞേക്ക് ഞാൻ ഒറ്റയ്ക്ക് മാളുവിനെ രക്ഷിക്കാൻ പോയെന്ന്, കേട്ടോ? ഞാനും വരാം ചേച്ചി. വേണ്ട, ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. എന്റെ മോളെ ഞാൻ ഒറ്റയ്ക്ക് രക്ഷിക്കും. വേണ്ട, ഞാൻ പൊക്കോളാം. ഞാൻ പൊക്കോളാം. ചേച്ചി 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 ഞാനും വരാം. ചേച്ചി 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 ഞാനും വരാം. എന്റെ ശ്രീ മഹേശ്വര, മാളു മഹേട്ടനോട് ഞാൻ എന്തു പോയി പറയും? എനിക്കറിയില്ല. ആരായിരിക്കും എന്റെ മാളുവിനെ പിടിച്ചോണ്ട് പോയത്? ഒന്നും മിണ്ടാതിരിക്കും വച്ച. നിന്നെ എത്തിക്കേണ്ടടുത്ത് ഞാൻ എത്തിച്ചോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. person you are calling is not answering. Please call again later. നിങ്ങൾ വിളിക്കുന്ന ഇവളെന്താ ഫോൺ എടുക്കാത്തെ? ഫോൺ എടുത്ത് കാര്യം പറഞ്ഞ ബാക്കിയുള്ളവർക്ക് സമാധാനം കിട്ടില്ലേ? ഈ പെണ്ണിങ്ങനെ തുടങ്ങി എന്താ ചെയ്യാ? കണ്ട ക്രിമിനലുകളെയൊക്കെ വിശ്വസിച്ച് റിസ്ക് എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചാ ഇതൊക്കെ എങ്ങനെ ശരിയാവാനാ? മനുഷ്യന് ടെൻഷനായിട്ട് ഇരിക്കപ്പുറത്ത് ഇല്ലല്ലോ ഈശ്വര. അമ്മേ, നീ എന്താടി ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? അതമ്മേ, ഫോൺ എടുത്ത് സംസാരിക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലല്ലായിരുന്നു. അല്ല, മാളു എവിടെ? നീ അവളെയും കൊണ്ട് വരുമെന്ന് പറഞ്ഞല്ലേ പോയത്? അതെ, പക്ഷെ മാളുവിനെ കിട്ടിയില്ല. കിട്ടിയില്ലെന്നോ? എന്തൊക്കെയാ നീ പറഞ്ഞോണ്ടിരിക്കുന്നേ? എന്താന്ന് വെച്ചാ ശ്രേയ തെളിച്ചു പറ. വെറുതെ മനുഷ്യനെ തീ തീറ്റിക്കാതെ. പറയാമേ. എന്റെ ദൈവമേ, ഇനി എന്ത് ചെയ്യും? ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇമ്മാതിരി തരികട പരിപാടിയൊന്നും വേണ്ടെന്ന്. ഒരുത്തനെയും കൊണ്ട് വന്നതിന്റെ കേട് തീർന്നിട്ടില്ല. അതിന്റെ കൂടെ അവൾ ഇമേജ് കൂട്ടി മാളിന്റെ മഹിയുടെ സ്നേഹം പിടിച്ചു പറ്റാൻ നോക്കുക. എടി എന്ത് ചെയ്യാനാ? മഹി എങ്ങാനും തറഞ്ഞ ഈ നിമിഷം പടിയിറങ്ങേണ്ടി വരും. കേറി കിടക്കാൻ ഒരു കൂര പോലും നമുക്കില്ല. ഇവിടെ നിറക്കി വിട്ട നമ്മൾ എവിടെ പോവാനാ? എങ്ങനെ ജീവിക്കാനാ? അമ്മ കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കാമോ? അമ്മ തന്നെ ഇത് എല്ലാരെയും വിളിച്ചറിയിക്കുമല്ലോ. എന്ത് പറഞ്ഞ എന്റെ ടെൻഷൻ ഞാൻ ആരോട് പറഞ്ഞു തീർക്കാനാ? നീ എന്താ അത് മനസ്സിലാക്കാത്തെ? അപ്പൊ പിന്നെ എന്റെ ടെൻഷൻ ഞാൻ ആരോട് പറഞ്ഞു തീർക്കും? എന്തായാലും ഒരു അബദ്ധം പറ്റി. അതിന് എങ്ങനെ രക്ഷപ്പെടാൻ നോക്ക്. തൽക്കാലം നമുക്കിതെല്ലാം കൂടി ഗംഗയുടെ തലയിൽ കെട്ടിവെച്ച് തീർക്കാം. ആന്റി, ആ ഗംഗയില്ലേ, അവള് നമ്മുടെ മാളുവിനെ കൊണ്ട് കളഞ്ഞു. ഗംഗ മാളുവിനെ കൊണ്ട് കളഞ്ഞെന്നോ? നീ എന്താ പറയുന്നേ? ആ, ഗംഗയുടെ കയ്യിന്ന് ആരോ മാളുവിനെ പിടിച്ചോണ്ട് പോയി. അതെങ്ങനെ? അവര് അമ്പലത്തിലല്ലേ പോയത്? അതിനിടയിൽ ആരെ മാളുവിനെ പിടിച്ചോണ്ട് പോകുന്നേ? അതൊന്നും എനിക്ക് അറിയില്ല ആന്റി. വല്ല പിള്ളേരെപ്പിടുത്തക്കാരും ആയിരിക്കും. അല്ല, ഇതൊക്കെ എങ്ങനെയാ ശ്രേയ അറിഞ്ഞത്? ഗംഗ ഇവിടെ എത്തിയിട്ട് പോലും ഇല്ലല്ലോ. അത് ഞാൻ പുറത്തു പോയപ്പോ അറിഞ്ഞതാ. എനിക്കുണ്ടല്ലോ അത് കേട്ടപ്പോ തൊട്ട് കയ്യും കാലും വിറച്ചിട്ട് വയ്യ. ഇനി ഇതെങ്ങനെ മഹിയോട് പറയും? എത്രയും പെട്ടെന്ന് ഇത് മഹിയോട് പറഞ്ഞേ പറ്റൂ. ഞാൻ തന്നെ പറയാം, അല്ലാതെ ഇപ്പൊ എങ്ങനെയാ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്.
കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശ്രീകുട്ടി ഇവിടേക്ക് വന്നേ പിന്നെ ഒട്ടും സമാധാനമില്ലാത്തത് ലച്ചുന. സ്വാതി ചേച്ചിയും കൊണ്ട് തിരിച്ചു വരുമെന്നും പറഞ്ഞ എന്റെ കൂടെ വന്നേക്കുന്നത്. ഇവള് കാരണമല്ലേ എന്റെ മോക്ക് ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നത്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇത്ര അപമാനം സഹിക്കേണ്ടി വന്നത്. എന്നിട്ട് ഇവളെയും കൂട്ടി വന്നിരിക്കുക ശ്രീദേവി. അങ്ങനല്ല. എന്തല്ലാന്ന്? ശ്രീദേവിക്ക് എന്ത് ന്യായവും പറയാം. ശ്രീദേവിയുടെ മോളല്ലല്ലോ ഇത്. ഇവളെ പ്രസവിച്ച് വളർത്തിയത് ഞാനാ. അപ്പൊ അതിന്റെ വിഷമം എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ആരാ പറഞ്ഞേ ഇവളെന്റെ മോളല്ലെന്ന്? ഇവളെന്റെ സ്വന്തം മോള് തന്നെയാ. എന്നിട്ടാണോ ഇത്രയും പ്രശ്നം അവിടെ നടന്നിട്ടും ശ്രീദേവി നോക്കി നിന്നത്? എന്റെ മോളെ ഒരു വാക്കുകൊണ്ടെങ്കിലും ശ്രീദേവി സപ്പോർട്ട് ചെയ്തോ? അങ്ങനെ ശ്രീദേവിക്ക് ഇവളോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ആ നിമിഷം ഇതെല്ലാം കാട്ടിക്കൂട്ടിയതാ ഇവളെ പിടിച്ച് ശ്രീദേവി വീടിന്റെ പുറത്താക്കി വാതിലടച്ചേനെ. എന്റെ ശ്രീകുട്ടിയോട് ഇഷ്ടമായിരുന്നെങ്കിൽ ശ്രീദേവി അങ്ങനെ തന്നെ ചെയ്തേനെ. എന്നിട്ടോ ദാ ഇപ്പൊ ഇവളെയും കൂട്ടി എന്റെ മോളെ വിളിക്കാൻ വന്നിരിക്കുന്നു. കഷ്ടം തന്നെ. നടന്നത് നടന്നു. ഒന്നും ആരും അറിഞ്ഞോണ്ടല്ല, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇനി അതേപ്പറ്റി കൂടുതൽ പറഞ്ഞ് പ്രശ്നങ്ങൾ ആരും രൂക്ഷമാക്കണ്ട. ഞാൻ പറഞ്ഞത് കാഞ്ചനയ്ക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. പറയുന്നവർക്ക് പറയാം, എന്റെ വേദന എനിക്ക് അറിയൂ. അപ്പോ എനിക്ക് ഇവളുടെ കാര്യത്തിൽ വിഷമമില്ലെന്നാണോ കാഞ്ചന പറയുന്നേ? ചേച്ചി, എന്നോട് പിണങ്ങിയ ചേച്ചി അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നത്. എന്ത് കാര്യം ചേച്ചി ഇത്ര വിഷമിപ്പിച്ചതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇല്ല, നിനക്ക് മനസ്സിലാവില്ല. വെറുതെ അഭിനയിക്കല്ലേ. പിന്നെ എങ്ങനെ മനസ്സിലാവാനാ? അഭിനയിക്കോ? ഞാനോ? ഞാൻ സത്യം പറഞ്ഞത്. പെണ്ണേ നിർത്ത. എന്നെ കൊണ്ട് നീ കൂടുതൽ പറയിപ്പിക്കരുത്. കാഞ്ചനെ മതി. ഇവര് നമ്മുടെ വീട്ടിൽ വന്നവരാ. അതിന്റെ മാന്യത നമ്മൾ കാണിക്കണം. ശ്രീകുട്ടി ചേച്ചിയോട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചേച്ചിയുടെ കാല് പിടിക്കാം. ചേച്ചി വരണം. ചേച്ചി ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് തിരിച്ചു വരണം. അല്ലാതെ എനിക്കൊരു സമാധാനം കിട്ടില്ല. ഞാൻ എന്റെ ദേവിയെ കൊണ്ട് സത്യം ചെയ്ത് പറയാം, ഇനി ചേച്ചിക്ക് ഒരു ശല്യവും ഞാൻ ചെയ്യില്ല. ചേച്ചി ഞങ്ങളോടൊപ്പം വരണം. ഞാൻ ചേച്ചിയുടെ കാല് പിടിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അത്ര ദേഷ്യത്തിൽ അവൾ ഇവിടെ നിറങ്ങിപ്പോയേ. എന്റെ ബർത്ത്ഡേക്ക് എത്ര സന്തോഷത്തിലായിരുന്നു പാവം. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സ്വാതിക്ക് ആകെ വലിയ ഇൻസൾട്ടായി.
ശ്രീകുട്ടി ചേച്ചി വാ. സന്ധി, സഞ്ജുട്ടാ, 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 അമ്മ വാക്ക് തന്നിട്ടല്ലേ പോയെ? ദേ ആ വാക്ക് പാലിച്ചിരിക്കാം. ശ്രീകുട്ടി ചേച്ചി കൊണ്ടുവന്നില്ലേ? ഇപ്പൊ സഞ്ജുട്ടിന് സന്തോഷായില്ലേ? മോളകത്തേക്ക് ചെല്ല്. ശരി അമ്മേ. മോനെ, ടെൻഷനൊന്നും വേണ്ട. ശ്രീകുട്ടി ഇവിടുന്ന് ബഹളം വെച്ച് പോയതല്ലേ. തിരിച്ചു വന്നപ്പോ അതിന്റെ ഒരു ചമ്മലും വിഷമവും ഒക്കെ കാണും. നീ സംസാരിക്കുമ്പോ ഒക്കെ ശരിയാവും. പിന്നെ നിനക്ക് അമ്മുവിന്റെ അവസ്ഥ അറിയാലോ. അവളൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. മോൻ അമ്മുവിനോട് ഇങ്ങനെ ദേഷ്യപ്പെടരുത്. ശരിക്കും ഓർമ്മയുള്ള നമ്മളുകൂടി അങ്ങനെ ആവുന്നത് ശരിയാണോ? ബോധമുള്ള നമ്മളാ ക്ഷമിക്കേണ്ടത്. അത് നീ ഓർക്കാത്തതെന്താ? ഈ ഒരവസ്ഥയിൽ അമ്മൂന് നമ്മുടെയൊക്കെ നല്ല വാക്കുകളാ ആശ്വാസം കൊടുക്കുന്നത്. ശ്രീകുട്ടിയുടെയും നിന്റെയും വിവാഹം നടത്തിയത് ഉൾപ്പെടെ അവൾ ചെയ്ത നന്മകളൊന്നും നമ്മളെ മറന്നുകൂടാ. ചെന്നേ, നീ ശ്രീകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലേ. അവളോട് സംസാരിക്കേ. അവളുടെ പിണക്കൊക്കെ ഒന്ന് മാറട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി ചെക്കനും പെണ്ണിനും എന്തെങ്കിലും നേരിട്ട് സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം. നിനക്ക് വല്ലത് സംസാരിക്കാനുണ്ടോടാ? ഏയ് ഇല്ല. എനിക്ക് സംസാരിക്കാനുണ്ട്. നിങ്ങൾ ചെന്ന് സംസാരിക്കേ. ഓക്കെ. അല്ല, വിശാലിന്റെ അച്ഛനെയും അച്ഛമ്മയും കണ്ടില്ലല്ലോ. അവരൊരു തീർത്ഥയാത്രയ്ക്ക് പോയിരിക്കുക. അച്ഛൻ ഇത്ര നാളും പാരാലിസിസ് ബാധിച്ച് കിടക്കുമായിരുന്നല്ലോ. ഇപ്പോഴാ ഭേദമായത്. അച്ഛന്റെ അസുഖം ഭേദമാവുകയാണെങ്കിൽ അച്ഛനെയും കൊണ്ട് കുറച്ച് ക്ഷേത്രങ്ങൾ സന്ദർശിക്കാമെന്ന് അച്ഛമ്മ നേർച്ച നേർന്നിരുന്നു. ആ നേർച്ച നിറവേറ്റാൻ അച്ഛനും അച്ഛമ്മയും കൂടി പോയിരിക്കുക. അത് ശരി. കുട്ടിക്ക് എന്താണ് എന്നോട് സംസാരിക്കാനുള്ളത്? എന്താ അറിയേണ്ടത്? എടോടോടോ, അഭിനയിച്ചത് മതി. താൻ എന്റെ കയ്യിൽ നിന്ന് എണ്ണി വാങ്ങിയ പണത്തിന് കൃത്യമായിട്ട് പണിയെടുക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് ബോധ്യായി. ഇനി കൂടുതൽ അഭിനയിച്ചേ താനിത് കൊളമാക്കാതിരുന്നാ മതിയേ. ഓക്കെ സ്വീറ്റി. സ്വീറ്റിയോ? സോറി ജാസ്മിൻ. മാഡം അങ്ങനെ വിളിച്ചാ മതി. ശരി മാഡം. ആ, അല്ല, തന്റെ കൂടെ വന്ന തന്തയും തള്ളയും വിശ്വസിക്കാൻ കൊള്ളാമോ? പിന്നെ അവർ ഒന്നാം തരം സ്റ്റേജ് ആർട്ടിസ്റ്റുകളല്ലേ. എന്റെ അച്ഛനും അമ്മയായിട്ട് അവർ അഭിനയിക്കുകയല്ല, ജീവിക്കുകയല്ലേ. അതല്ല ഞാൻ ചോദിച്ചത്. കൂടെ നിന്നിട്ട് അവസാനം നമുക്കിട്ട് പണിയില്ലല്ലോ. ഏയ്, അതൊന്നും ഉണ്ടാവില്ല. ആ പേടി വേണ്ട. മാഡം ഈ നടത്തുന്ന നാടകത്തെ പറ്റി അവർ മറ്റുള്ളവരോട് കമാന്നൊരു അക്ഷരം വേണ്ടില്ല. ശരി, ഓക്കെ. അല്ല, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? വള്ളിപുള്ളി തെറ്റാതെ എല്ലാം ഓർമ്മയുണ്ട്. നമ്മുടെ പ്ലാൻ അനുസരിച്ച് തന്നെ എല്ലാം നടക്കണം. കല്യാണ മണ്ഡപത്തിൽ വെച്ച് വിവാഹം നടക്കുന്ന നേരത്ത് ഞാൻ പറഞ്ഞ കാര്യം അതുപോലെ സംഭവിച്ചിരിക്കണം. അതങ്ങനെ സംഭവിച്ചിരിക്കും. ആ, ഇത് ഓർമ്മിപ്പിക്കാൻ തന്നെയാ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. എന്നാ വാ, പോ, വാ.
നിങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിച്ചിട്ട് എന്തായി? രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടായി. ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്കിഷ്ടപ്പെട്ടു. ഇപ്പൊ സംസാരിച്ചപ്പോ കൂടുതൽ കൂടുതൽ ഇഷ്ടായി. തുറന്നു പറഞ്ഞ ഞാൻ മനസ്സിൽ കണ്ടിരുന്ന പെൺകുട്ടി തന്നെയാ ജാസ്മിൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിശാല് തന്നെ ജാസ്മിന്റെ കഴുത്തിൽ താലി കെട്ടും. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ജാസ്മിൻ സുശീലച്ചോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല. സുശീലേ, ഇതൊക്കെ ഒരു നാടകമല്ലേ? നാടകോ? പറയാം. എങ്ങനെയുണ്ട് ഐഡിയ? കൊള്ളാം, ഗംഭീരം. ഗാർഗി, നീ എന്തോ വലിയ ചിന്തയിലാണെന്ന് തോന്നുന്നല്ലോ. ഞാനേ ജാസ്മിനെ പെണ്ണ് കാണാൻ വന്ന ചെക്കനെ കുറിച്ച് ചിന്തിക്കുമായിരുന്നു. എന്തു പറ്റി? ആ പയ്യനെ കണ്ടിട്ട് പാർവതിക്ക് എന്തു തോന്നുന്നു? എനിക്ക് അതവിടെ നിൽക്കട്ടെ. അല്ലെങ്കിൽ തന്നെ എന്റെ അഭിപ്രായത്തിന് ഇവിടെ എന്താ പ്രസക്തി? നിനക്ക് അയാളെ കുറിച്ച് എന്തോ പറയാനുള്ള പോലെ തോന്നുന്നല്ലോ. നീ അത് പറയ. എനിക്ക് അവൻ ആളത്ര പന്തി അല്ലാത്തതുപോലെയാ തോന്നുന്നേ. എനിക്കെന്തോ അവനെ അങ്ങോട്ട് ബോധിച്ചില്ല. അത് കൊള്ളാം. എന്റെ പൊന്ന് ഗാർഗി, നിനക്കല്ലല്ലോ അവനെ ബോധിക്കേണ്ടത്, ജാസ്മിൻ അല്ലേ? ജാസ്മിന് അയാളെ ബോധിച്ചല്ലോ, പിന്നെന്താ? അവൾക്ക് ബോധിക്കുകയോ ബോധിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ. പക്ഷേ അവൻ ആളത്ര ശരിയല്ല. അവന്റെ ബോഡി ലാംഗ്വേജിലൊക്കെ ഒരു വശപ്പിശക്. മാത്രമല്ല, ജാസ്മിനെ കണ്ട ഉടനെ തന്നെ ഒന്നും ആലോചിക്കാതെ അവൻ വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു. അതൊരു പക്ഷേ അവൻ ജാസ്മിന്റെ സൗന്ദര്യത്തിൽ മയങ്ങിയതുകൊണ്ടാണെങ്കിലോ? പിന്നെ ഇതൊന്നുമല്ല, അവനൊരു ഫ്രോഡ് തന്നെയാ. അവനെ ഞാൻ എവിടെയോ കണ്ടതുപോലെ. അവനെ ഞാൻ എവിടെയാ കണ്ടത്? എവിടെയോ കണ്ടിട്ടുണ്ട്. പിടികിട്ടി, ഇപ്പൊ പിടികിട്ടി. ഇവനെ ഞാൻ കണ്ടതേ സോഷ്യൽ മീഡിയയിലാ. ഇവൻ പെണ്ണുങ്ങളെ പറ്റിച്ച് പണം തട്ടിയെടുക്കുന്നവനാ. ഇതവൻ തന്നെ, ഇതവൻ തന്നെയാ. ഉറപ്പാണോ? ഉറപ്പ്, ഉറപ്പ്. എന്നാ പിന്നെ അവനെ വെറുതെ വിടാൻ പാടില്ലല്ലോ. പാടില്ല. ഇവനെ പൊക്കണം. പാർവതി എന്റെ കൂടെ നിൽക്കൂ. ഞാനുണ്ട് നിന്റെ ഒപ്പം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അങ്കിളെ, എന്റെ അമ്മയെ കണ്ടോ? ഇല്ല. മോള് വിഷമിക്കണ്ട, നമുക്ക് കണ്ടെത്താം. അങ്കിള് പുറത്തു പോയിരിക്കെന്ന് അമൃത ആന്റി പറഞ്ഞു.
ഞാൻ അങ്കിള് വരുന്നതും കാത്തിരിക്കായിരുന്നു. എന്തു പറ്റി? അങ്കിളും അമൃതാന്റിയും അല്ലേ ഇന്നലെ എന്നെ രക്ഷിച്ചത്. അപ്പൊ അങ്കിള് നല്ല ആളല്ലേ? എന്റെ അമ്മയെ അങ്കിള് കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയാം. ഇന്നലെ രാത്രി ഞാൻ എന്റെ അമ്മയെ കാണാതെ പേടിച്ചിരുന്നപ്പോഴാ അങ്കിളും ആന്റിയും വന്നത്. ഇല്ലെങ്കിൽ ഞാൻ എന്റെ അമ്മയെ കാണാതെ പേടിച്ച് ചത്തുപോയേനെ. അമൃത ആന്റി നല്ല ആന്റിയാ, അങ്കിളും നല്ല അങ്കിളാ. എനിക്കിഷ്ടായി. മോള് വിഷമിക്കണ്ട, ഇവിടെ ഒന്നും പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇന്നലെ എന്നെ രക്ഷിച്ച അങ്കിളിന് ഞാനൊരു സമ്മാനം തന്നോട്ടെ? എന്താ? അമൃത ആന്റിക്ക് ഞാനത് കൊടുത്തു. ഇനി അങ്കിളിനെ തരാനുള്ളൂ. അല്ല, എന്താ സമ്മാനം? മോള് പറഞ്ഞേ. പറയില്ല, സമ്മാനം തരും. അപ്പ കണ്ടാ മതി. അങ്കിൾ ഇവിടെ ഇരിക്ക്, എന്നാലേ സമ്മാനം തരാൻ പറ്റൂ. എന്താ മോളെ? ആ, ഇവിടെ ഇരിക്കങ്ങളെ. ഇനി സമ്മാനം തരട്ടെ? ഇതാ അമൃത ആന്റിക്ക് ഞാൻ കൊടുത്ത സമ്മാനം. ഈ മോളെ എങ്ങനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുക? അങ്കിൾ എന്താ ആലോചിക്കുന്നേ? എന്റെ സമ്മാനം ഇഷ്ടായില്ലേ? ഇഷ്ടമായി. ആദ്യമായിട്ട് ഞാൻ വിചാരിച്ച ആളെയല്ല. തന്ത്രപൂർവ്വം അമൃതേടത്തെ പറ്റിക്കാം. മക്കളെ രണ്ടുപേരെയും ബാംഗ്ലൂരിൽ പഠിക്കാൻ കൊണ്ടാക്കിയിട്ട് ഇവിടെ രഹസ്യ കാമുകയും അതിലൊരു മോളും. കണ്ടില്ലേ, യഥാർത്ഥ അച്ഛനും മോളും തന്നെ. ആ, എന്നാ മോള് ഇവിടെ ഇരിക്കും. ഞങ്ങൾ പോയിന്ന് ഫ്രഷ് ആയിട്ട് വരാം. എന്നിട്ട് അമൃതേടത്തിയുടെ കണ്ണിൽ പൊടിയിടാൻ സ്വന്തം മോളെ കൊണ്ട് വിളിപ്പിക്കുന്നത് അങ്കിളേന്ന്. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. അമൃതേടത്തി പാവോ. വ്യക്തമായ സൂചന അമൃതേടത്തിക്ക് കൊടുക്കണം. അല്ലെങ്കിൽ അമൃതേടത്തി ഒടുവിൽ കണ്ണീര് കുടിക്കും. ഇനി വൈകിക്കണ്ട, ഇപ്പൊ തന്നെ പറയണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമ്മളെ കൊല്ലും. വേഗം എന്റെ പൊന്നു മോളല്ലേ, ചെല്ല്, ഓടി രക്ഷപ്പെട്. ആഹാ, അല്ല മോളിവിടെ ഒന്ന് ഒറ്റയ്ക്കിരിക്കുകയാണോ? ഇത് കുടിക്കേ. എന്റെ അമ്മയെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞു ആന്റി? അത് അന്വേഷിക്കുന്നുണ്ട്. ഉടനെ കാര്യങ്ങൾ അറിയാട്ടോ. നമുക്ക് ഇന്ന് തന്നെ അമ്മയെ കണ്ടെത്താം. മോള് കുടിക്കേ. അമൃത ആന്റിയെ തരുന്നേ. ആന്റി തന്ന മോള് കുടിക്കണം. കുടിക്കേ. ഇനി മോളെ ഞാൻ കുളിപ്പിക്കും കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിപ്പിക്കും. എന്താ? അയ്യോ, കുളിച്ചു കഴിഞ്ഞ മോൾക്ക് മാറിയിടാൻ വേറെ ഡ്രസ്സില്ലല്ലോ. അവിടെ എന്റെ വീട്ടില് ഷെൽഫിലിരിപ്പുണ്ട്. ആ, അതൊക്കെ പിന്നെ പോയി എടുക്കാം. പക്ഷെ ഇപ്പോഴത്തെ ആവശ്യത്തിന് ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്നാ ഞാൻ പോയി വാങ്ങിട്ട് വരാം. ആഹാ, അരുണോ? അരുണിന് ഓഫീസിൽ പോണ്ടേ? പോണം, പക്ഷേ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ട് പോയാൽ മതി. മോൾക്കുള്ള ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഞാൻ പൊക്കോളാം. അത് വേണ്ട അരുണേ, അരുൺ ഓഫീസിൽ പൊയ്ക്കോ. എടുത്തി, എനിക്കത് പ്രശ്നമല്ല. ആയിക്കോട്ടെ,
ഈ മോളെ ഞാനാ ഇവിടേക്ക് കൊണ്ടുവന്നേ. അപ്പൊ ഈ കുഞ്ഞിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അമൃത ആന്റി, അരുണങ്കിള് പൊക്കോട്ടെ. എനിക്ക് നല്ല ഡ്രസ്സ് വാങ്ങിക്കേണ്ടി വരും. എനിക്ക് ഞങ്ങളാണെങ്കിലേ മോളെ ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. അമൃത ആന്റി മോൾക്ക് ഡ്രസ്സ് വാങ്ങിത്തരും, അത് മതി. എന്നാ അത് മതി. അപ്പോ ഓക്കെ, അങ്കിളിൽ നിന്ന് കുറച്ച് തിരക്കുണ്ട്, അങ്കിള് പൊക്കോട്ടെ. അങ്കിള് പോയിട്ട് എപ്പോഴാ വരിക? അത് വൈകുന്നേരം ആവും മോളെ. അങ്കിൾ എന്റെ അമ്മയെ കണ്ടെത്താനല്ലേ പോകുന്നത്? അതെ, അമ്മയെ തരാനാ. എന്റെ അമ്മയെ കണ്ടാൽ ഉടനെ ശ്രീകുട്ടി ഇവിടെ അമ്മയെ കാണാതെ വിഷമിച്ചിരിക്കാനെന്ന് പറയണേ. അപ്പൊ തന്നെ കൂട്ടിക്കൊണ്ട് വരണേ. നോക്കാം മോളെ. എന്നാ ശരി, അടുത്ത് ഞാൻ ഇറങ്ങാം. അല്ല, അരുണും ശ്രീകുട്ടിയും വല്ലാത്ത അടുപ്പാണല്ലോ. എന്താ ഇങ്ങനെ? ശ്രീകുട്ടി സ്വന്തം മോളാണെന്ന് ഒരിക്കലും അരുൺ അറിഞ്ഞു കാണില്ല. എന്നാൽ ഇങ്ങനെ ആവില്ല പെരുമാറുന്നേ. അങ്ങനെ ആവാൻ വഴിയില്ല. എന്തായാലും ഞാനാ ശ്രീകുട്ടി ഇവിടേക്ക് കൊണ്ടുവന്നേ. ഇതിന്റെ പേരിൽ ഒരിക്കലും അരുണിന്റെ ഐശ്വര്യയുടെയും ജീവിതം തകർന്നുകൂടാ. ശ്രദ്ധിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, ഇത് ഞാനാ. കുറച്ച് വെള്ളം എടുത്തിട്ടോ വേഗം. ഭവാനിമേ, എന്തു പറ്റി? ഭവാനിമേ, അമ്മേ കണ്ണു തുറക്കമ്മേ. ഭവാനിമേ, ഭവാനിമേ കണ്ണു തുറക്ക്. കണ്ണു തുറക്കമ്മേ. അമ്മേ, അമ്മേ, അമ്മേ കണ്ണു തുറക്കമ്മേ. അമ്മേ കണ്ണു തുറക്കമ്മേ. അമ്മേ, അമ്മേ. എഴുന്നേക്കമ്മേ, എഴുന്നേക്ക്. അമ്മേ, അയ്യോ, എന്താ, എന്ത് പറ്റി അമ്മയ്ക്ക്? കാര്യം പറയാമേ, എങ്ങനെ അമ്മയുടെ ബോധം പോയത്? ഷോക്കടിച്ചു എന്നെ. എനിക്ക് ഷോക്കടിച്ചു. സുഭദ്രയുടെ ഫോട്ടോയിൽ തൊട്ടപ്പോ എനിക്ക് തോന്നിയത് ഒരു മിന്നൽ എന്റെ തലയിൽ കൊണ്ടുവന്ന. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫോട്ടോയിൽ ഇലക്ട്രിക് കണക്ഷൻ ഒന്നും ഇല്ലെന്നേ. എന്തായാലും ഞാൻ നോക്കട്ടെ. എനിക്കൊരു കുഴപ്പമില്ലല്ലോ. എനിക്ക് ഷോക്കടിച്ചു, അത് സത്യമാ. തറയിൽ വീണ് കഴിഞ്ഞപ്പോ പിന്നെയും തോന്നി ഒരു വൈദ്യുതി പ്രവാഹം. അമ്മ എന്തിനാ വെറുതെ ഈ ഫോട്ടോ എടുക്കാൻ പോയത്? ആ സാരമില്ല, ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. വാ, താഴേക്ക് പോവാം നമുക്ക്. ഇല്ലില്ല, ഞാനില്ല താഴേക്ക്. അമ്മേ, താഴെ പൂജ നടക്കുക. ഞാനില്ല ഒരു പൂജയ്ക്കും. ഇവളില്ലേ ഈ സുഭദ്ര, ഇവൾക്ക് എന്നോടാ ശത്രുത മുഴുവനും. അതൊക്കെ വെറുതെ തോന്നുന്നതാ ഭവാനിയമ്മേ. അല്ല, വെറുതെ തോന്നുന്നല്ല. കഴിഞ്ഞ തവണ ഫോട്ടോ മറിഞ്ഞു വീണ് ചില്ല് കുത്തി കയറി എന്റെ ദേഹത്ത്. ഇപ്പൊ ദേ ഇതും. എല്ലാം ഇവളുടെ കളിയാ. ഞാനില്ല ഇനി ഒന്നിനും.
അമ്മ ഇല്ലാതെ ഈ പൂജ എങ്ങനെയാ? നീ പോയാ മതി. ഞാൻ എന്റെ മുറി പോയി കിടന്നോളാം. അത് മതി. ശരി, നിങ്ങൾ അമ്മയെ മുറിയിലാക്ക. അമ്മേ വാ, പതുക്കെ എഴുന്നേക്ക. അമ്മയെ പിടിക്കാൻ. മണിച്ചൻ വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ സാരി തനിക്ക് നന്നായി ഇണങ്ങുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചതാ. ആഹാ, അത് കൊള്ളാലോ. ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾ മനസ്സിൽ തോന്നിയാ അപ്പോഴേ പറയണ്ടേ? ഞാൻ വിചാരിച്ചത് എന്നിൽ എന്തോ കുറ്റം കണ്ടുപിടിച്ചു. അതിന് തന്നെ കുറ്റം പറയാൻ എന്താ ഉള്ളത്? ഒന്നുമില്ലല്ലോ. ആഹാ, എന്നിട്ട് ചില നേരത്തെ പെരുമാറ്റവും ദേഷ്യവും ഒക്കെ കാണുമ്പോ എനിക്ക് അങ്ങനെ അല്ലല്ലോ തോന്നാറ്. ഞാനെന്തോ വലിയ തെറ്റ് ചെയ്തു എന്നാണല്ലോ. അയ്യോ, പ്രസാദേട്ടനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. പെട്ടെന്ന് ഓർത്തപ്പോ അറിയാതെ നാവിന്ന് വീണെന്നേ ഉള്ളൂ. സാരമില്ല, പലതും എന്റെ തെറ്റ് തന്നെയാ. ചെറിയൊരു ഈഗോ കൊണ്ട് തുറന്നു പറയാറില്ലെന്നേ ഉള്ളൂ. അയ്യോ, പ്രസാദേട്ടന് എന്തിനാ എന്റെ അടുത്ത് ഈഗോ? എന്റെ മനസ്സിൽ ഞാൻ എത്രയോ വലിയ സ്ഥാനത്താ പ്രസാദേട്ടനെ നിർത്തിയിരിക്കുന്നറിയോ? എന്റെ ഫ്രണ്ട് ആൻഡ് ഫിലോസഫർ, ഗൈഡ്, സംരക്ഷകൻ, നല്ല ബിസിനസ് പാർട്ണർ, അങ്ങനെ അങ്ങനെ. കേൾക്കുമ്പോ നല്ല സുഖം. താനിതില് സോപ്പിന്റെ ഹോൾസെയിൽ ഡീലർഷിപ്പ് എടുത്തിട്ടുണ്ടെന്നാ ഇപ്പൊ എന്റെ സംശയം. ഓഹോ, അത് ശരി. ചങ്കെടുത്ത് കാണിച്ചപ്പോ അത് വെറും ചെമ്പരത്തി പൂവല്ലേ? മേലിൽ ഇനി നല്ലതൊന്നും പറയില്ല ഞാൻ. പോടുന്നു. സമയം കളയണ്ട, വീട് പൂട്ടിയിട്ട് ഇറങ്ങാം നമുക്ക്. ആരാ പ്രസാദേട്ടാ? നാഥൻ സാറാ. ഞാൻ ഓർത്തു മുരളിയോ ഹരിയോ ആണെന്ന്. ഹലോ നാഥൻ സാർ. ആ പ്രസാദ്, നിങ്ങൾ എവിടെ എത്തിയപ്പോ? ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങി സാർ. 1 മണിക്കൂറിനുള്ളിൽ എത്തും. ആ ശരി ശരി. ഏതായാലും ഒരുപാട് തിരക്ക് കൂട്ടണ്ട, സാവധാനം എത്തിയാ മതി. ആണോ? എന്തു പറ്റി? ഒന്നും പറ്റിയിട്ടല്ല. ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാലേ, ഇവിടെ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായി. ചില ദുർനിമിത്തങ്ങളെന്ന് പറയാം. അയ്യോ, അതറിഞ്ഞില്ലല്ലോ സാർ. എന്താണ് സാർ? കാര്യമായ കുഴപ്പമെന്തെങ്കിലും? ഏയ്, തൽക്കാലം പ്രശ്നമൊന്നുമില്ല. പക്ഷെ പറഞ്ഞല്ലോ, വളരെ പ്രധാനപ്പെട്ട പൂജാ ചടങ്ങുകൾ ഇവിടെ നടക്കുന്നത്. പല ദിക്കിൽ നിന്നും അത് മുടങ്ങാനുള്ള വിഘ്നങ്ങളൊക്കെ സംഭവിക്കുമെന്നാ തിരുമേനി പറയുന്നത്. ഓ, അതുകൊണ്ടാണ് ഞാനിപ്പം വിളിച്ചതും. ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചേ വരാവൂ. സ്റ്റാർട്ട് ഏർലി, ഡ്രൈവ് സ്ലോലി ആൻഡ് റീച്ച് സേഫ്ലി എന്ന് പറയാറില്ലേ? അത്ര തന്നെ. ശരി സാർ, സൂക്ഷിച്ചോളാം. അല്ല, അച്ഛനുണ്ടോ നിങ്ങളുടെ കൂടെ? ഇല്ല സാർ, മോൻ നാട്ടിലേക്ക് പോയിരിക്കാം. ഓ ഐ സി. അവനെ കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കായിരുന്നു ഞാൻ. ആ സാരമില്ല, നിങ്ങൾ രണ്ടുപേരും വരും, ഞങ്ങൾ വെയിറ്റിംഗാ. ഓക്കെ സാർ, ഞങ്ങൾ ഇതായെത്തി. ഓക്കെ. നാഥൻ സാർ എന്താ പറയുന്നേ? സൂക്ഷിച്ചല്ലേ, അവിടെ എന്തൊക്കെയോ ദുർനിമിത്തങ്ങൾ കണ്ടുവന്ന്. കഷ്ടം. സാർ ഒരു നല്ല മനുഷ്യനല്ലേ? എന്നിട്ടും ഈശ്വരൻ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നതല്ലേ? സാരമില്ലെന്നേ, പൂജ നടക്കുമ്പോ സാറിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ മനസ്സുകൊടുത്ത് പ്രാർത്ഥിച്ചാൽ മതി. അത് പിന്നെ പറയാനുണ്ടോ? അച്ചു പറഞ്ഞു നാഥൻ സാർ ഇപ്പോ നമ്മുടെ അടുത്ത ബന്ധുവിനെ പോലെ ആയില്ലേ? എന്തായാലും അദ്ദേഹത്തെ ഇന്ന് നേരിട്ട് കാണാൻ കഴിയുമല്ലോ, അതിന്റെ ഒരു ത്രില്ലില്ല ഞാനും. ശരി, കേറ്, പോയേക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, ഭാവിയിൽ നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന നമ്മുടെ സ്വപ്ന സൗഖ്യത്തിന് പിച്ചകമംഗലം എന്ന് പേരിടണം. ഒരു ചെമ്പകമംഗലത്തുകാർ ഇറങ്ങിയിരിക്കുന്നു. അതും കലക്കി. അല്ല, മുത്തശ്ശൻ എന്തിനാ ഈ 2 വഞ്ചിയിൽ കാല് വെച്ചോണ്ട് കളിക്കുന്ന?
എവിടെങ്കിലും ഒരിടത്ത് സ്റ്റേൺ ആയിട്ട് നിക്ക്. ഹാ, മുത്തച്ഛനെ എന്റെ അടുത്ത് നിന്നോളൂ. ഞങ്ങള് രണ്ടും കൂടി ഒരു വഞ്ചിയിൽ തുഴയാൻ തുടങ്ങിയിട്ടേ വർഷം 10-35 കാറും കോളും ഇടിമിന്നലും ഒക്കെ വന്നിട്ടും ഈ വഞ്ചി ഇളകിയിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ചാ തുഴയുന്നത്. പാവം മുത്തശ്ശന് കയ്യിലെടുക്കാൻ എന്തെല്ലാം ഉടായ്പകൾ. മതി മതി, നളചരിതം കളിക്കാതെ കാര്യം ഉറക്കെ പറ മുത്തശ്ശ. എന്തിന് ഭാര്യ പേടിക്കണം? ഇവളെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവള് കാലുവാരും. ആ നന്ദിനി, ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. ഞാൻ വാങ്ങുന്ന കേക്ക് മുറിച്ച് ചെമ്പകമംഗലത്ത് വെച്ച് നിന്റെ പിറന്നാൾ ആഘോഷം മറക്കണ്ട. ചെമ്പകമംഗലത്ത് വെച്ച് പിറന്നാൾ ആഘോഷിക്കാം, പക്ഷേ ഞാൻ വാങ്ങിച്ച കേക്ക് മുറിക്കാനേ പറ്റൂ. അത് സാധ്യമല്ല. അതേ സാധ്യമാകൂ. അത്രേ ഉള്ളൂ. കൈമളേട്ടാ, ഇവളേതാ ചെമ്പകമംഗലത്ത് വന്ന് എന്നോട് ആജ്ഞാപിക്കാൻ? ഇവളാരാ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ ആന്ധ്രയിലെ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി വന്ന ഒരു തെലുങ്കുകാരി. പേര് മീനാക്ഷി റാവുലു. എന്റെ അച്ഛന്റെ പേര് ജയറാമ റാവുലു. എന്റെ മുത്തശ്ശന്റെ പേര് ജനാർദ്ദന കൈമളുലു. അവസാനമായിട്ട് ഞാൻ പറയാ, ഞാൻ വാങ്ങിയ കേക്ക് മുറിച്ച് ചെമ്പകമംഗലത്ത് വെച്ച് പിറന്നാൾ ആഘോഷം. അത് നടക്കില്ല എന്നല്ലേ പറഞ്ഞത്? മീനാക്ഷി നിർത്ത്. ഇതിനൊരു പരിഹാരം ഞാനുണ്ടാക്കാം. അതെ അതെ. അല്ലമ്മേ, നീ ഇനി ഒന്നും പറയണ്ട, ഞാൻ തീരുമാനിച്ചു. ഈ കേക്കും നമ്മൾ കൊണ്ടുപോകുന്നു. അമ്മ വാങ്ങിയ കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷം. പിന്നെ മറ്റൊരു കാര്യം, ഈ ഫംഗ്ഷനിൽ നിനക്കും കൂടി വേണമെങ്കിൽ പങ്കെടുക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഈ ഫംഗ്ഷനിൽ നിനക്കും കൂടി വേണമെങ്കിൽ പങ്കെടുക്കാം. ഇന്ന് നന്ദിനിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ ആരെയും വഴക്കു പറയില്ല. അപ്പോ ഇതുവരെ എന്നെ പറഞ്ഞൊന്നും വഴക്കല്ലേ? എല്ലാം മറന്നുകള. ആന്ധ്രാക്കാരികൾ പൊതുവെ സമാധാന പ്രിയരാ. പോട്ടെ മീനാക്ഷി റാവുലു. ടാറ്റ റാവുലു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്റെ ചേച്ചി മഹാപ്രതിഭാശാലിയാ. അസൂയയുടെയും കുശുമ്പിന്റെയും പ്രതിഭാശാലി. മോനെ രാമഭദ്ര, എന്താ ഇവളുടെ ചെകിട് നോക്കി പഴയതുപോലെ നീ കൊടുക്കാറില്ലേ? അയ്യോ, പണ്ടത്തെ പോലെ ഒന്നും അല്ലെന്നെ. ആരെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മകൻ ACP യാ. ഇവളൊരു പെറ്റീഷൻ എഴുതി കൊടുത്താലേ തന്തപ്പടിയായ ഞാൻ അടിയെണ്ണു. പിന്നെ ഇന്നിവളുടെ വിവാഹമല്ലേ? അല്ല, ഈ മീനാക്ഷിക്ക് ഇവിടെ പ്രവേശനമുണ്ടോ? വിളിക്കാത്തടുത്ത് കയറി ഉണ്ണാൻ വരുന്ന ഓസുണ്ണി അല്ല മീനാക്ഷി. മുത്തശ്ശി പ്രത്യേകം ക്ഷണിച്ചിട്ടാ ഞാൻ വന്നത്. പ്രത്യേകമായിട്ട് ഞാൻ ക്ഷണിച്ചൊന്നുമില്ല.
എന്തായാലും അമ്മ ക്ഷണിച്ചല്ലോ, അത് തന്നെ ധാരാളം അല്ലേ മീനാക്ഷി കുട്ടി? ആ കുട്ടിവിളി ഇളയച്ച് നിർത്തിക്കോ. ഞാൻ മുതിർന്നു. ഓ, അല്ല, കാർത്തിക് എവിടെ? കാർത്തിക്, എല്ലാരും ആയല്ലോ, നമുക്ക് പിറന്നാൾ ആഘോഷ ചടങ്ങുകൾ ആരംഭിക്കാം. ആദ്യം കേക്ക് മുറി. മാമേ, കട്ട് ചെയ്തോ? മുറിക്കേ മുറി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അച്ഛനോട് അച്ഛനോട് താങ്ക് യു അമ്മ. വാങ്ങിച്ചോളൂ. ഹാപ്പി ബർത്ത്ഡേ. എഴുതി ഇതൂടെ. താങ്ക് യു. ദൈവമേ, താങ്ക് യു മോനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.